വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സസ് സിയ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് സോർട്ടിംഗ് മെറ്റീരിയൽസ് ഇൻ ടു ഗ്രൂപ്പ്. ആക്ച്വലി പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ബേസ്ഡ് ഓൺ സർട്ടൻ ക്രൈറ്റീരിയ നമ്മൾ എല്ലാ മെറ്റീരിയൽസിനും എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഏതാണ് നമ്മുടെ ക്രൈറ്റീരിയ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ നടക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഒരു വസ്തുവിനെ നോക്കിയിട്ട് അല്ലേ, അതിൻ്റെ കട്ടി, അതായത് അതിൻ്റെ ഹാർഡ്നെസ് നോക്കിയിട്ട് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് സോഫ്റ്റ് മെറ്റീരിയൽസും കാണാൻ വേണ്ടി പറ്റും, ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലേ സ്പോഞ്ച്, കോട്ടൺ എന്നൊക്കെ പറയുന്നത്. അതേസമയം ഡയമണ്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ട്രാൻസ്മിറ്റൻസ് ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റിനെ കടത്തിവിടാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ മൂന്നായിട്ട് എൻറ്റയർ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഒട്ടും വൈകാതെ ഏതാണ് ആ ക്ലാസിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കോ, മെറ്റീരിയൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ട്രാൻസ്പാരന്റ്, opaque and translucent on the basis of transmittance of light by them. അപ്പോൾ നമ്മുടെ ആ മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ്? ട്രാൻസ്പെറൻസിയെ ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്പാരന്റ്, സെക്കൻഡ് വൺ ഈസ് opaque ആൻഡ് തേർഡ് വൺ ഈസ് ട്രാൻസ്ലുവന്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പിക്ചർ കണ്ടാലോ? എന്താണ് ആ പിക്ചർ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇതാണ് കേട്ടോ ആ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതിൽ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഗ്ലാസ്, അതിനകത്ത് എന്തുണ്ട്, വാട്ടർ വെച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ട്രാൻസ്ലുവന്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പറില്ലേ, ആ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ വീണാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താലോചിക്കാം, ബട്ടർ പേപ്പറില്ലേ, ബട്ടർ പേപ്പർ. ഈ ബട്ടർ പേപ്പർ എങ്ങനെയാണുള്ളത്? ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. ഇനി തേർഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ് opaque മെറ്റീരിയൽസ്. അതായത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന അല്ലെ, ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനത്തെ ആളുകളെയൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, opaque എന്ന് പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? നോക്കിക്കോ നിങ്ങൾ. ആദ്യത്തത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? ട്രാൻസ്പാരന്റ് മെറ്റീരിയൽസിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ട്രാൻസ്പാരന്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റിന്റെ ട്രാൻസ്മിറ്റൻസ് പവർ ആണല്ലോ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തി വിടുന്ന ആളുകളാണ് ട്രാൻസ്പാരന്റ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് കംപ്ലീറ്റ് ആ മെറ്റീരിയലിലൂടെ കടന്നു പോകുന്നതായിരിക്കും. നെക്സ്റ്റ് കാറ്റഗറി നോക്കാം, ദാറ്റ് ഈസ് opaque മെറ്റീരിയൽസ്. എന്താണ് opaque മെറ്റീരിയൽസ് എന്നുള്ളതാണ് നമ്മുടെ അടുത്തത്. opaque മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലൈറ്റിനെ ഒട്ടും കടത്തിവിടാത്ത ആളുകളെയാണ് നമ്മൾ opaque മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കാര്യം പറയട്ടെ, ഒരു opaque വസ്തുവിൻ്റെ പിന്നിൽ മറ്റൊരു വസ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ കാണാൻ വേണ്ടി പറ്റില്ല. അതായത് മിസ് ഇപ്പോൾ പറഞ്ഞു തരാം, മിസ്സിൻ്റെ കയ്യിലൊരു ടാബ് ഉണ്ട് അല്ലേ, ഇതെന്താണ്, ഇത് എന്ത് ചെയ്യില്ല, ലൈറ്റിനെ കടത്തിവിടില്ല. അപ്പം ഞാൻ ഇതിൻ്റെ പുറകിൽ ഒരു പെണ്ണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ opaque എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ opaque മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ യു കനോട്ട് സീ ത്രൂ ദം. നമുക്ക് അവരെ അതിലൂടെ അല്ലെ സീ ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല. ഇനി തേർഡ് കാറ്റഗറിയാണ് ട്രാൻസ്ലുവന്റ് മെറ്റീരിയൽ. കുറച്ചും കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് പഠിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ ഇത്രയെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന ഈ ട്രാൻസ്ലുവന്റ് ആയിരിക്കും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ പേപ്പറിലൊക്കെ എണ്ണ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ്പാരന്റ് ആണോ എന്ന് ചോദിച്ചാൽ ട്രാൻസ്പാരന്റ് അല്ല, എന്ന് opaque ആണോ എന്ന് ചോദിച്ചാൽ opaque അല്ല അല്ലെ, കുറച്ചായിട്ട് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ലുവന്റ് മെറ്റീരിയൽസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ട്രാൻസ്ലുവന്റ് മെറ്റീരിയൽസ് allow light to pass through them only partially. They are partially transparent and partially opaque. അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പറും ഫ്രോസ്റ്റഡ് ഗ്ലാസും ഒക്കെയാണ്. അതായത് ഈ പറയുന്ന ആളുകൾ അല്ലെ കുറച്ച് ലൈറ്റിനെ പാസ് ചെയ്യുകയും ചെയ്യും, എന്നാൽ കുറച്ച് അവരെന്തായിരിക്കും, opaqueും ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്ന് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ട്രാൻസ്മിറ്റൻസ് ഓഫ് ലൈറ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, പ്രത്യേകിച്ച് എക്സാമ്പിളും അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഏരിയ ക്ലിയർ ആയെന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു.